ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 2 കിലോമീറ്ററുള്ള ഇങ്ങോട്ടേക്ക് അയ്യപ്പനോ വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. നമ്മൾ അയ്യപ്പനോ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. മുകളിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഇത്രേ കാണാൻ പറ്റുള്ളൂ. വാട്ടർഫോൾസ് കാണണമെങ്കിൽ നമ്മൾ താഴോട്ട് തന്നെ പോകണം. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ചെത്തുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ അവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റും. പക്ഷേ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം താഴോട്ട് തന്നെ ഇറങ്ങി പോകണം. ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. പകുതി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾസ്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾസ്, അയ്യപ്പനോ വാട്ടർഫോൾസ്. നമ്മുടെ നാട്ടിലെ നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണിത്. ഒരു പോസിറ്റീവ് ഫീലെല്ലാം കിട്ടും ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി ഇതിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ മഴയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനും ഇക്കയും മോളും ബ്രദറും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നമ്മൾ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 ഫാമിലീസൊക്കെ വന്നിരുന്നു. ഇങ്ങനെ പാറക്കെട്ടിൻ്റെ നടുക്കായിട്ടൊരു കുളമാണുള്ളത്. കുളത്തിൽ നിറയെ മീനൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു വ്യൂ ആണിത്. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. ഫോട്ടോസും വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോവാണ്. നമ്മൾ താഴോട്ട് വന്ന അത്ര ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിയപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു. ഇനി നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി പ്ലേസാണ്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മളെപ്പോഴും പോകാറുള്ളതാണ്. മുഴങ്ങാണിക്കുന്ന് എന്നാണ് അങ്ങോട്ടേക്ക് പറയുക. അത് നല്ലൊരു മലമുകളിലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം.
നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്താനാവുമ്പോഴുള്ള ഒരു വ്യൂ ആണിത്. നല്ല അടിപൊളി പ്ലേസാണ്. നമ്മുടെ നാട്ടിലാണിതെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. നമുക്ക് അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ച് പോരാനേ തോന്നില്ല. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നല്ല അടിപൊളി പ്ലേസാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ഫുഡെല്ലാം കഴിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയും മുകളിലേക്ക് കുറച്ച് കയറാനുണ്ട്. പക്ഷെ നമ്മൾ അയ്യപ്പനോ വാട്ടർഫോൾസിൽ നിന്ന് കയറിയാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പകുതി കയറി കഴിഞ്ഞപ്പോഴുള്ള ഒരു വ്യൂ ആണിത്. നമ്മൾ വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി കിട്ടുക. ഇപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ 4 സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങോട്ടേക്കും കൂടി കയറി കഴിഞ്ഞപ്പോൾ ആകെ ക്ഷീണിച്ചു പോയി. അതിൻ്റെ അടുത്തൊന്നും ഷോപ്പൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ജ്യൂസോ കാര്യങ്ങളൊന്നും മേടിക്കാനായിട്ട് ഷോപ്പൊന്നുമില്ല. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ മറ്റൊരു ബ്രദറിനെ അവിടെ വെച്ചിട്ട് കണ്ടത്. ഇത് ഞങ്ങളുടെ സ്ഥിരം പ്ലേസാണ്. നമ്മൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് എപ്പോഴും വന്നിരിക്കുന്നതാണ്. ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ശരിക്കും നല്ല അടിപൊളി ഫീല് കിട്ടുന്നൊരു പ്ലേസാണിത്. സൺസെറ്റ് എല്ലാം കാണാൻ പറ്റും ഇവിടുന്ന്. ഇരുട്ടായി തുടങ്ങി. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്